ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാതെ മാറി നിന്ന ചരിത്രമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സ്വായുധ വിപ്ലവത്തിലൂടെ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ രേഖ പുറത്തിറക്കുകയാണ് അന്ന് പാർട്ടി ചെയ്തത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പോലും പാർട്ടി അംഗീകരിച്ചത് അടുത്ത കാലത്താണ്. എന്നാൽ ഇപ്പോൾ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ പേടിയിലാണ് CPM. ദേശീയ പദവിയും ദേശീയ ചിഹ്നവും CPM-ന് നഷ്ടമാകുമെന്ന AK ബാലന്റെ പ്രസംഗം കേട്ട് പാർട്ടി ആശങ്കപ്പെടേണ്ടതുണ്ടോ? നോക്കാം. നിലവിൽ രാജ്യത്തെ 6 ദേശീയ പാർട്ടികൾ ഒന്നാണ് CPM. ഒരു കാലത്ത് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഒരേ സമയം ഭരണത്തിലുള്ള പാർട്ടിയുടെ പിടിയിൽ നിന്ന് ബംഗാളും ത്രിപുരയും പോയതോടെ ദേശീയ രാഷ്ട്രീയ ഭൂപടത്തിൽ കേരളം മാത്രമായി CPM-ന്റെ ചുവന്ന തുരുത്തു. കഴിഞ്ഞ 20 കൊല്ലത്തിലെ 4 തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തകർച്ചയാണ് കണ്ടത്. ലോകസഭയിൽ CPM നിർണായക ശക്തിയായ തെരഞ്ഞെടുപ്പായിരുന്നു 2004. ബംഗാളിലെ 26, കേരളത്തിലെ 12, തമിഴ്നാട്ടിലെയും ത്രിപുരയിലെയും 2 വീതവും ആന്ധ്രാപ്രദേശിലെ ഒന്നുമടക്കം 43 സീറ്റുകളാണ് അന്ന് CPM നേടിയത്. വോട്ട് ഷെയർ 5.66%. ഭരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആ കാലത്തിന് ശേഷം 2009 സീറ്റുകൾ 16 ആയി. ബംഗാളിൽ 9, കേരളത്തിൽ 4, ത്രിപുരയിൽ 2, തമിഴ്നാട്ടിൽ 1. എന്നാൽ വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവ് സംഭവിച്ചില്ല. 2014 എത്തിയപ്പോൾ കാലം മാറി. കണക്ക് വോട്ട് 3.6% മാത്രം. ജയിക്കാനായത് 9 സീറ്റുകൾ. കേരളം 5ഉം ബംഗാളും ത്രിപുരയും 2 വീതവും നൽകി. ദേശീയ തലത്തിൽ CPM തകർന്നടിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ജയിച്ചത് 3 സ്ഥാനാർത്ഥികൾ. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് പിന്തുണയിൽ നിന്ന് 2 പേർ വിജയിച്ചപ്പോൾ ഭരണവും സ്വാധീനവുമുള്ള കേരളത്തിൽ 1 സീറ്റ് മാത്രം. ആലപ്പുഴയിൽ നിന്നും AM ആരിഫ്. ബംഗാളും ത്രിപുരയിൽ നിന്ന് ലോകസഭയിലേക്ക് CPM പ്രതിനിധികൾ ഇല്ലാതെയായി. കനൽ ഒരു തരിയെന്ന് ആശ്വസിക്കാനായെങ്കിലും വോട്ട് ഷെയർ 1.75%-ലേക്ക് താഴ്ന്നു. ദേശീയ പാർട്ടി ആകാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 1. ലോകസഭയിലേക്കോ നിയമസഭയിലേക്കോ ഉള്ള പൊതു തെരഞ്ഞെടുപ്പിൽ 4 ലോകസഭാ സീറ്റുകൾക്ക് പുറമെ 4 സംസ്ഥാനങ്ങളിലെ 6% വോട്ടുകളും പാർട്ടിക്ക് ലഭിക്കണം. 2. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടിരിക്കണം. 3. കുറഞ്ഞത് 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ലോകസഭയിലെ 2% സീറ്റുകൾ. 2014 കണക്കനുസരിച്ച് ഇത് 11 സീറ്റുകളാണ്. ആ 11 സീറ്റുകൾ നേടണം. ലോകസഭയിലെ ആകെ സീറ്റുകളുടെ 2% അഥവാ 11 സീറ്റുകൾ കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും നേടിയാലും ദേശീയ പാർട്ടിയാവാം. ഈ 2 ചട്ടവും CPM-ന് നിലവിൽ വലിയ വെല്ലുവിളിയാണ്. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 MP-മാരെ കിട്ടാൻ കേരളത്തിൽ നിന്ന് CPM-ന് കുറഞ്ഞത് 8 സീറ്റെങ്കിലും കിട്ടണം. തമിഴ്നാട്ടിൽ ഇത്തവണയും DMK കോൺഗ്രസ് സഖ്യത്തിൽ 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. 2019 ഇതേ സഖ്യത്തിൽ മത്സരിച്ച 2 സീറ്റിലും ജയിച്ചിരുന്നു. മധുരയും കോയമ്പത്തൂർ. ഇത്തവണ മണ്ഡലങ്ങളിൽ ഒന്ന് മാറി. കോയമ്പത്തൂരിന് പകരം മധുരയ്ക്ക് തൊട്ടടുത്ത ദിണ്ടിഗലാണ് മത്സരിക്കുന്നത്. 2ഇടത്തും ജയസാധ്യതയുണ്ട്. മൂന്നാമതൊരു സംസ്ഥാനത്തെ വിജയം ഇന്ത്യ സഖ്യത്തിന്റെ പരിഗണന അനുസരിച്ചായിരിക്കും. രാജസ്ഥാനിലെ സിക്കാർ സീറ്റ് കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാർ BJP പാളയത്തിലേക്ക് പോയതോടെ BJP വിരുദ്ധ സഖ്യത്തിൽ CPM-ന് പരിഗണന ലഭിക്കാനിടയുണ്ട്. കേരളം, തമിഴ്നാട്, ത്രിപുര, ബംഗാൾ എന്നിവിടങ്ങളിൽ സംസ്ഥാന പദവി ഉള്ളതുകൊണ്ട് മാത്രമാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പദവി പോകാതെ രക്ഷപ്പെട്ടു. ബംഗാൾ ഇലക്ഷനിൽ 0 ആയതോടുകൂടി അവിടുത്തെ സംസ്ഥാന പദവി നഷ്ടമായി. ദേശീയ പദവി പോയാൽ പല ആനുകൂല്യങ്ങളും അധികാരങ്ങളും അവകാശങ്ങളും പദവികളും പോകും. ദേശീയ തലത്തിൽ അരുവാചുറ്റിക നക്ഷത്ര ചിഹ്നവും പോകും. സംസ്ഥാനങ്ങളിൽ സ്വതന്ത്രയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. 1996-ലും അന്നുള്ള നിയമം അനുസരിച്ച് CPM-ന് ദേശീയ പദവി നഷ്ടപ്പെടേണ്ടതായിരുന്നു. എന്നാൽ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ വാജ്പേയി നിയമത്തിൽ ഇളവ് നൽകുകയായിരുന്നു. 2016-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ 1 സീറ്റും നേടാതെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടപ്പോഴും ദേശീയ പദവി പോകേണ്ടതായിരുന്നു. കാത്തിരുന്ന് കാണാം, കനൽ ഒരു തരി മതിയാകും ദേശീയ തലത്തിൽ ദേശീയ പാർട്ടിയായി നിലനിൽക്കാൻ. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.